ഹായ് ഹലോ, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കുക്കിംഗ് വീഡിയോ ആണ്. ഒരു കോട്ടയം സ്പെഷ്യൽ ഒരു കപ്പ, എന്താ പറയുക, കപ്പ പുഴുങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടോളൂ കേട്ടോ. നമുക്ക് ആദ്യം വേണ്ടത് തൊലി കളഞ്ഞ കപ്പയാണ്. അത് നമുക്ക് കഴുകണം. നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഫുൾ ചെളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മണ്ണിനടിയിലത്തെ പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ എന്തായാലും അത് ചെളിയുണ്ടാവും. നന്നായി കഴുകുക. നന്നായി കഴുകി വെള്ളം വാരാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ വെക്കുക. പാത്രത്തിലൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ പതുക്കെ അത് കൊത്തി അരിയാനുള്ള ഒരു സെറ്റപ്പിലേക്ക് വരുന്നത്. അങ്ങനെ നമ്മുടെ കപ്പയെല്ലാം നമ്മൾ എടുത്തു വെച്ച് ചെറിയ ചെറിയ റെഡ് കളേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കൊന്ന് കൈ മുറിഞ്ഞു. പെട്ടെന്ന് നമുക്ക് ചോരയൊക്കെ നമുക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി. പലർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. മഞ്ഞപ്പൊടി നമ്മുടെ മുറിവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ആയിക്കോളും. കൊത്തി എറിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ ശരിക്കും നമുക്കൊന്നുകൂടി ഒന്ന് കഴുകണം. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് വേണം കേട്ടോ അരിയാൻ. ഇനി ഒരു തേങ്ങയൊക്കെ ചിരണ്ടി നമുക്ക് സെറ്റാക്കി വെക്കാം. ആവശ്യത്തിന് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന കപ്പ നമുക്കൊന്ന് മഞ്ഞളും ഉപ്പും ഒക്കെ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിക്കണം. എന്നിട്ട് നമ്മുടെ ഈ തേങ്ങ ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യേണ്ടി വരും. തേങ്ങ അരച്ച് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളകൊക്കെ വെച്ചിട്ട് അരച്ച് നല്ല കിടിലൻ സെറ്റാക്കിയിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇടേണ്ടി വരും. അതിന് ശേഷമാണ് നമ്മുടെ കപ്പപ്പുഴുക്ക് സെറ്റാവുന്നത്. ഞാൻ കാണിച്ചു തരാം. കപ്പയുടെ നിരപ്പിന് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് അത് വേവിക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയും. നമ്മൾ കപ്പ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതൊന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം നമ്മൾ ഊറ്റി മാറ്റണം. ഇതാട്ടോ ഉപ്പിൻ്റെ കൈക്കണക്ക്. ഇതിട്ടൊന്ന് വേവിക്കണം. ചിലപ്പോൾ ഇനിയിപ്പോൾ ഇത് പാകമായിട്ടില്ലെങ്കിൽ അമ്മ വന്ന് പിന്നെ ഇട്ടോളും കേട്ടോ. നോക്കുമ്പോൾ അറിയാമല്ലോ. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി ഒന്ന് വേവിക്കണം. രാവിലെ നല്ല പാചകത്തിലാണ്. നളപാചകം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയ തട്ടിക്കൂട്ട് സെറ്റപ്പ്. പണ്ട് ചെറുപ്പകാലത്ത് പൂഞ്ഞാറിലൊക്കെ പോകുമ്പം, പൂഞ്ഞാർ എൻ്റെ അമ്മ വീടാണ് കേട്ടോ. പലർക്കും അറിയാം, എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിരിക്കുന്നവർക്ക് അറിയാം, അമ്മ വീടാണ് പൂഞ്ഞാർ. അവിടെ മിക്കവാറും രാവിലെ നമുക്ക് കപ്പ, ചക്ക, അങ്ങനത്തെ ഇഷ്ടംപോലെ ഐറ്റംസ്, നാട്ടുമ്പുറമാണല്ലോ, അപ്പോൾ ഇഷ്ടംപോലെ ഐറ്റംസ് നമുക്ക് കിട്ടും. അത് അമ്മ അവിടെ ജനിച്ച് വളർന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഫുൾ നാട്ടും പ്രദേശത്ത് ജീവിക്കുന്ന പോലെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓർമ്മ പുതുക്കാൻ എന്നോണം വഴിയിലൊക്കെ ഇങ്ങനെ കപ്പ ഇങ്ങനെ വിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ കപ്പ വാങ്ങിക്കും. കപ്പ, കാച്ചില, കിഴങ്ങ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് നമ്മൾ വാങ്ങിച്ച് പുഴുക്കൊക്കെ ഉണ്ടാക്കും. എന്തായാലും ഇതൊന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നല്ല വിശപ്പുണ്ട്. ആ മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് തിളച്ച് അതിനകത്തേക്ക് ഒന്ന് സെറ്റാവണം. അതിന് വേണ്ടി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായി വേകണം. അങ്ങനെ നിന്ന സമയത്താണ് കുഞ്ഞൂട്ടൻ ഇതെന്താണ് സംഭവം എന്നറിയാം. അപ്പോഴേക്ക് ഉണ്ടാക്കുന്നതാണ്. കുഞ്ഞൂട്ടൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഹായ് കൊടുത്ത കുഞ്ഞൂട്ടൻ. നല്ല തിളാന്ന് തിളയ്ക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നില്ലേ? ഇനിയിപ്പോൾ ഇതാ പതുക്കെ തേങ്ങ, നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കാന്താരി മുളകാട്ടോ, പച്ചമുളകല്ല ഇപ്പോൾ എടുക്കുന്നത്, കാന്താരി മുളകും കൂടെ ചേർത്ത് അരയ്ക്കാൻ വേണ്ടി ഈ ഒരു പാകത്തിന് ചതച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് കപ്പയിലേക്ക് മിക്സ് ചെയ്യാം. ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക്. കപ്പ ഊറ്റുന്ന കാണിച്ചു തരാം. ഈ വെന്തിരിക്കുന്ന കപ്പയ്ക്കകത്തേക്ക് നമ്മൾ നമ്മുടെ അരപ്പ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. കോട്ടയം സ്പെഷ്യൽ കപ്പപ്പുഴുക്ക്. ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ സ്വാദ് കൂടുന്നത്. നല്ലൊരു എന്താ പറയുക, നല്ല അതിൻ്റെ പച്ച വെളിച്ചെണ്ണയുടെ മണം എണ്ണ മിക്സ് ചെയ്ത് ചേർന്ന് വരുമ്പോഴാണ് കട്ടി എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ പുഴുക്ക് റെഡി. കപ്പ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. തേങ്ങയും എണ്ണയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. നമ്മുടെ കോട്ടയം സ്പെഷ്യൽ കപ്പ പുഴുക്ക് റെഡി.
കഴിച്ചാലോ? നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. കോട്ടയം സ്പെഷ്യൽ കപ്പപ്പുഴുക്ക്. നമ്മുടെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയോ വൈകിട്ടോ എപ്പോൾ വേണേൽ ഇത് കഴിക്കാവുന്നൊരു ഡിഷാണ്. അമ്മൂന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ കപ്പപ്പുഴുക്ക്. തൃശ്ശൂരുകാരിയാണല്ലോ, കോട്ടയം വന്നു കഴിയുമ്പോഴാണ് കോട്ടയം സ്പെഷ്യൽ പുഴുക്കുകളൊക്കെ ഇങ്ങനെ പഠിച്ചു വന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൾക്കാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കുറേ നല്ല വീഡിയോസ് ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ. അമ്മ ഒരു ബൈ കൊടുത്തേ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.